തുടരുന്നു. ഡൽഹിയിൽ അനധികൃത കോച്ചിംഗ് സെന്ററുകൾക്ക് എതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. 13 കോച്ചിംഗ് സെന്ററുകൾ സീൽ ചെയ്തു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ് നടപടി സ്വീകരിച്ചത്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഏതൊക്കെ സെന്ററുകൾക്കാണ് നടപടി? എന്താണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടെത്തിയത്? പ്രജിൻ, കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ വെള്ളം കയറി റാവൂസ് IAS സ്റ്റഡി സർക്കിളിൽ മലയാളി അടക്കം 3 വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി MCDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച 9 ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ബേസ്മെന്റുകളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളത്. ബേസ്മെന്റുകളിൽ ലൈബ്രറി, ക്യാന്റീൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള കോച്ചിംഗ് സെന്ററുകൾക്കെതിരെയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 13 കോച്ചിംഗ് സെന്ററുകൾ ഇത്തരത്തിൽ ഇതുവരെ MCD സീൽ ചെയ്തിരിക്കുന്നു. IAS ഗുരുകുൽ, ചൗഹാൻ അക്കാദമി, പ്ലൂട്ടൺസ് അക്കാദമി, സായ് ട്രേഡിംഗ്, IAS സേതു, ടോപ്പേഴ്സ് അക്കാദമി, ദൈനിക് സംവാദ്, സിവിൽ ഡെയിലി IAS, കരിയർ പവർ, 99 നോട്ട്സ്, വിദ്യാഗുരു, ഗൈഡൻസ് IAS ഫോർ ഈസി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ചട്ടങ്ങൾ ലംഘിച്ച് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ നടപടി എന്നാണ് MCD അധികൃതർ അറിയിക്കുന്നത്. ഇത്തരത്തിൽ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ തുടർന്നും നടപടി സ്വീകരിക്കുമെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. റാവൂസ് IAS സ്റ്റഡി സർക്കിൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഈ അപകടത്തെ തുടർന്ന് സീൽ ചെയ്തിരുന്നു. കൂടാതെ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഒരു ഉന്നതതല സമിതിയെ രൂപീകരിക്കുമെന്നും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പരിശോധനകൾ ശക്തമായി നടപ്പാക്കാനാണ് MCDയുടെ തീരുമാനം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.